ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ രേവതിയുടെ മനസ്സിൽ വല്ലാത്തങ്ങനെ കൊടുങ്കാറ്റ് ആറ്റിനി വീശുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണിൽ സ്വപ്നങ്ങളുടെ തിളക്കവും അതേസമയം വല്ലാത്ത നിസ്സഹായതയെ നേളിച്ചു. എത്ര വലിയൊരു അവസരമാണ് അവളെ തേടി വന്നിരിക്കുന്നത്. 8,4 ലക്ഷം രൂപയുടെ ആ ഒരു വലിയ ഡെക്കറേഷൻ ഓർഡർ. അവളുടെ ജീവിതത്തിൽ ഇതുവരെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ വർക്ക്. ആ വലിയ കല്യാണ മണ്ഡപത്തിലെ ഓരോ കോണിലും താൻ കെട്ടിയൊരുക്കുന്ന പൂക്കൾ വിരിയുന്നത് അവൾ മനസ്സിലിങ്ങനെ കണ്ടിരുന്നു. ഹേമയെ പോലെ ഒരു വലിയ ബിസിനസ്സുകാരികളെ പിന്തള്ളിയാണ് തനിക്ക് ഓർഡർ കിട്ടിയിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ തന്നെ അവൾക്ക് വല്ലാത്ത അഭിമാനം തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോൾ ആ സ്വപ്നങ്ങൾക്ക് മുന്നിൽ വലിയൊരു ഇരുമ്പ് മതിലിങ്ങനെ ഉള്ളതുപോലെ പണം തടസ്സമായി നിൽക്കാണ്. വെറും പണമല്ല, 3 ലക്ഷം രൂപയുടെ കുറവ്. 5 ലക്ഷം രൂപയാണ് പൂക്കൾ വാങ്ങാൻ മാത്രം അഡ്വാൻസ് ആയി കൊടുക്കേണ്ടത്. അവളുടെ സച്ചിയേട്ടന്റെയും കയ്യിൽ അത്രയെങ്ങും ആകെ തുകയുള്ളത് 2 ലക്ഷം രൂപ മാത്രമാണ്. ബാക്കി 3 ലക്ഷം രൂപ എവിടെ നിന്ന് കിട്ടുമെന്ന് ഓർത്ത് അവളിങ്ങനെ തല പുകച്ച് നിൽക്കുമായിരുന്നു. സച്ചി അവളുടെ അരികിൽ ചെന്നിങ്ങനെ നിൽക്കാണ്. അവന്റെ കണ്ണുകളിലും ആ നിസ്സഹായത അവൾക്ക് വായിച്ചെടുക്കായിരുന്നു. അവൾക്ക് ആ ബുദ്ധിമുട്ട് വരുമ്പോൾ സച്ചിയുടെ മുഖത്തും ആ ഒരു സങ്കടം പ്രതിഫലിക്കുന്നത് അവൾ കണ്ടു. രേവതി, നീ ഇങ്ങനെ വിഷമിക്കാതെ, നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു പൈസ ഒപ്പിക്കാം. എന്തെങ്കിലും ഒരു വഴി തെളിയാതിരിക്കില്ല. സച്ചി അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. അവന്റെ വാക്കുകളിൽ അവൾക്കുള്ള കരുതലുണ്ടായിരുന്നു. എങ്കിലും യാഥാർത്ഥ്യം അവൾക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി തന്നെ നിന്നു. അപ്പോഴാണ് രേവതിയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ചിന്ത വന്നത്. പണ്ട് തനിക്ക് പണം തന്ന് സഹായിച്ച ആ ഒരു ഫൈനാൻസർ, അത്യാവശ്യ ഘട്ടത്തിൽ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് ഒന്നുകൂടി ചോദിച്ചാലോ? ഒട്ടും വൈകാതെ തന്നെ അവൾ ആ തീരുമാനമെടുത്തു. എന്തു വന്നാലും ഈ വർക്ക് അവൾക്ക് തന്നെ ചെയ്യണം. ഹേമ അവളുടെ ശത്രുവിന്റെ മുന്നിൽ ഇങ്ങനെ തോട്ടു കൊടുക്കാനൊന്നും അവൾക്ക് മനസ്സിലായിരുന്നു. ഫൈനാൻസറെ പോയി കാണാമെന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെ രേവതി അവിടെ നിന്നും ഇറങ്ങി. ഇതേ സമയം ബാമേരിയുടെ വീട്ടിൽ തികച്ചും വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമായിരുന്നു. അടുക്കളയിൽ നിന്ന് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന്റെ മണം വന്നു തുടങ്ങി. ചന്ദ്രമതിയുടെ മുഖത്ത് അസാധാരണമായ ഒരു സന്തോഷം അല തെല്ലുന്നുണ്ടായിരുന്നു. സ്വന്തം മരുമകളെ തകർക്കാൻ വേണ്ടി അതിലും വലിയൊരു ശത്രുവിനെ കിട്ടിയതിന്റെ വല്ലാത്തൊരു ആനന്ദം ആ ചിരിയിൽ പ്രകടമായിരുന്നു. എതിരാളിയായി നിൽക്കുന്ന ഹേമയാണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. രേവതിയെ ഈ ഫീൽഡിൽ നിന്ന് തന്നെ ഇല്ലാതാക്കണം. അവൾ എന്നും ആ അമ്പലമുറ്റത്ത് പൂ കെട്ടി ജീവിക്കുന്നവളായി തന്നെ ഒതുങ്ങിക്കൂടണം. അതാണ് ചന്ദ്രമതിയുടെ ലക്ഷ്യം. ഹേമയെ കൂട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ അത് എളുപ്പത്തിൽ തന്നെ നടക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ഹേമയുടെ കാറ് മുറ്റത്ത് വന്നു നിന്നതും ചന്ദ്രമതിയുടെ മുഖത്ത് വല്ലാത്ത സന്തോഷം വിടർന്നു. രേവതിയുടെ ഓരോ നീക്കങ്ങളും ഹേമയെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ലൊക്കേഷൻ അയച്ചു കൊടുത്തത്. അവരങ്ങോട്ടേക്ക് വരുത്തിയതും ഭാമയെ കണ്ട് നിർബന്ധിച്ചുകൊണ്ട് തന്നെ ആ ഉണ്ടാക്കി വെച്ച മധുര പലഹാരങ്ങൾ ചന്ദ്രമതി ഹേമക്ക് മുന്നിലേക്ക് നീക്കിവെച്ചു. എന്താ ചന്ദ്രമതി പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? എന്തെങ്കിലും സന്തോഷ വാർത്തയുണ്ടോ? ഹേമ പലഹാരം എടുത്തുകൊണ്ട് ചോദിച്ചു. ചന്ദ്രമതിയുടെ ചുണ്ടിൽ ഒരു വക്രചിരി അങ്ങ് വിരിഞ്ഞു. രേവതി ഇല്ലേ ഇപ്പൊ നിങ്ങൾക്ക് ഏറ്റവും വലിയ എതിരാളിയായിട്ട് നിൽക്കുന്നത്? ഇത് കേട്ടപ്പോ ഹേമയുടെ മുഖമൊന്ന് ചുളിഞ്ഞു. അതെ, നിങ്ങളുടെ മരുമകള്. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ, അവൾ എന്റെ മരുമകളൊന്നുമല്ല. ചന്ദ്രമതി പെട്ടെന്ന് ദേഷ്യത്തോട് പറഞ്ഞു. ഇത് കേട്ട് അവിടെ നിന്നിരുന്ന ഭാമക്ക് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ പിന്നെ ശ്രുതി നിന്റെ മരുമകളാണെന്ന കാര്യം ഞാൻ അങ്ങ് പറയാൻ പറ്റുമോ ചന്ദ്രേ? ഇത്രയും നാൾ അവളല്ലേ നിന്റെ മരുമകളെന്ന് നീ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ അതിനും കോട്ടം പറ്റിയില്ലേ? പിന്നെ വർഷക്കാണെങ്കിൽ ഈ മരുമകളെന്ന് പറയുകയൊന്നുമില്ല. പിന്നെ ആരാ ചന്ദ്രൻ നിന്റെ മരുമകളെ? ഭാമ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. ഭാമേന്റെ ആ ഒരു ചോദ്യം ചന്ദ്രമതിയെ വല്ലാതെ ചൊടിപ്പിക്കണേ. അവൾ ഭാമയെ രൂക്ഷമായിട്ടൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്കാരും മരുമകളായിട്ടൊന്നും വേണ്ട. എനിക്ക് മരുമകളെ തന്നെ വേണ്ട. ഹേമക്ക് ഈ കുടുംബ വഴക്കൊന്നും തന്നെ കേൾക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോ ഈ കാര്യത്തിനല്ലല്ലോ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ആ വലിയ ഡെക്കറേഷൻ ഓർഡർ രേവതിക്ക് കിട്ടാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പറയാനാണോ നിങ്ങൾ എന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്? അതൊക്കെ എനിക്കറിയാം. അതറിയാമെന്ന് എനിക്കും അറിയാം. ചന്ദ്രമതി ശബ്ദം താഴ്ത്തിക്കൊണ്ട് ഗൂഢമായൊരു പുഞ്ചിരിയോട് പറഞ്ഞു. പക്ഷേ അവൾക്ക് ആ പൂക്കൾ വാങ്ങാൻ വേണ്ടി 5 ലക്ഷം രൂപ അഡ്വാൻസ് ആയി കൊടുക്കണം. അവരുടെ കയ്യിൽ ആകെയുള്ളത് 2 ലക്ഷം രൂപയാണ്. ബാക്കി 3 ലക്ഷത്തിന് വേണ്ടി അവരിപ്പോ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുക. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്റെ ഭർത്താവ് വീടിന്റെ ആധാരം പണയം വെക്കാൻ പോയി. പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. ഞാനത് അപ്പൊ തെരഞ്ഞു പൂട്ടിയിട്ടു. ഹേമയുടെ കണ്ണുകളിൽ പെട്ടെന്ന് തിളക്കമുണ്ടായി. ഓഹോ, അപ്പോ നിങ്ങൾ അവൾക്ക് പണം കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് സമ്മതിച്ചില്ല അല്ലേ? പിന്നല്ലാതെ, സച്ചിയാണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല. മൂത്ത മകൻ സുധിയെ പേടിച്ചുകൊണ്ടാണ് എന്റെ ഭർത്താവ് ആധാരം പണയം വെക്കാൻ നോക്കിയത്. എന്തായാലും രേവതി നിങ്ങൾക്കൊരു എതിരാളിയായി വളർത്താൻ ഞാനും അനുവദിക്കില്ല. അവൾക്ക് ആ വഴിക്ക് എന്തായാലും പണം കിട്ടില്ല. ചന്ദ്രമതി തീർത്തും പറഞ്ഞു. ഹേമക്കത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. നിങ്ങൾ എനിക്ക് വലിയ ഉപകാരമാണ് ചെയ്തു തന്നിരിക്കുന്നത് ചന്ദ്രമതി. അവളെ ഇനി ഞാൻ വളരാൻ അനുവദിക്കില്ല. ഇതല്ലാതെ അവൾക്ക് വേറെന്തെങ്കിലും വഴിക്ക് പണം കിട്ടാൻ സാധ്യതയുണ്ടോ? ഒരു പക്ഷേ എന്റെ അമ്മായിയമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ പണം കിട്ടുമായിരിക്കും. പക്ഷേ അതും അത്ര പെട്ടെന്നൊന്നും നടക്കില്ല. സ്ഥലം വിട്ടിട്ടേ അവർക്ക് പണം കൊടുക്കാനും പറ്റത്തുള്ളൂ. അതിനെന്തായാലും 2 ദിവസമെങ്കിലും എടുക്കും. അതുകൊണ്ട് ആ വഴിയും അവർക്ക് പണം കിട്ടില്ല. ആ ഓർഡർ ഉറപ്പായി നിങ്ങളുടെ കയ്യിൽ തന്നെ വന്നു ചേരും. ചന്ദ്രമതി ഉറപ്പിച്ചു പറഞ്ഞു.
അവൾ വലിയ ബിസിനസ്സുകാരിയാണെന്ന ഭാവത്തിലാണ് നടക്കുന്നത്. അവളെ കൊണ്ടുള്ള ശല്യം എനിക്ക് താങ്ങാൻ വയ്യ. അവളുടെ അമ്മ അവിടെ പൂക്കട വെച്ചിട്ടില്ലേ, അതിന്റെ തൊട്ടടുത്ത് തന്നെ അവളെ കൊണ്ട് ഞാനൊരു കട ഇടിയിപ്പിക്കും. അവൾ അവസാനം വരെ അവിടെ വെറും ഒരു പൂക്കെട്ടുന്നവളായി തന്നെ വളർന്നു നിൽക്കണം. ഹേമയുടെ വാക്കുകളിൽ പക നിറഞ്ഞു നിന്നു. അതുറപ്പായി നടക്കും. നിങ്ങൾ അത്രയും വേഗം തന്നെ അവിടെ ചെന്നി ഇതെല്ലാം ചെയ്തു കാണിക്ക്. ചന്ദ്രമതി പിന്തുണച്ചു. ഹേമ വളരെ സന്തോഷത്തോടു കൂടിയാണ് അവിടെ നിന്നും ഇറങ്ങിയത്. രേവതിയുടെ സ്വന്തം വീട്ടുകാരെ തന്നെ അവൾ എങ്ങനെ തകർക്കാൻ കൂട്ടി നിൽക്കുമ്പോൾ തനിക്ക് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമായി എന്ന് ഹേമ മനസ്സിലാക്കി. ചന്ദ്രമതിയെ എന്ന് പൊക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അവൾ എന്തും ചെയ്യും. ഹേമക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അത് വ്യക്തമായിരുന്നു. ഹേമ പോയതിനു ശേഷം ബാമാൻഡി ചന്ദ്രമതിയോട് ദേഷ്യത്തോട് പറഞ്ഞു, എന്തിനാ ചന്ദ്രൻ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ശ്രുതി കഴിവില്ലാത്തവളാണെന്ന് പറഞ്ഞ് നീ അവളെ പുറത്താക്കി. ഇപ്പൊ രേവതി നല്ല കഴിവുള്ള കുട്ടിയല്ലേ, കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മുന്നേറാൻ നോക്കുന്നവളാ അവള്. എന്തിനാ നീ അവളുടെ വളർച്ച ഇങ്ങനെ തകർക്കാൻ നോക്കുന്നത്? അവൾ സമ്പാദിച്ച അത് നിനക്കും ഗുണമല്ലേ, കാര്യമല്ലേ? അവളെ കൊണ്ട് എനിക്ക് എന്ത് ലാഭം വരാനാ? അവള് സമ്പാദിച്ചിട്ട് എനിക്ക് അവളുടെ തേങ്ങാക്കൊലയൊന്നും വേണ്ട. അവൾ പൂക്കെട്ടുന്നവളാ. അവസാനം വരെ അവൾ അങ്ങനെ തന്നെ ഇരിക്കണം. അതാണ് എന്റെ ആഗ്രഹം. ചന്ദ്രമതി ദേഷ്യത്തോട് പറഞ്ഞ് മുഖം തിരിച്ചു. ഭാമേന്ദിക്ക് ചന്ദ്രമതിയുടെ ഈ ഒരു പകയും വിദ്വേഷവും ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. രേവതി വളരെ പ്രതീക്ഷയോടെയാണ് ഫൈനാൻസിന്റെ ഓഫീസിലേക്ക് കയറി ചെന്നത്. താൻ പണ്ട് പണം വാങ്ങിച്ചിട്ടുള്ള ആളാണ്. അത്യാവശ്യം വന്ന എപ്പോഴും വരാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ ഫൈനാൻസർ ഹേമയുടെ ഭർത്താവാണെന്ന സത്യം രേവതിക്ക് അറിയില്ലായിരുന്നു. അയാൾ അദ്ദേഹത്തിന്റെ മുന്നിലിരുന്ന് തന്റെ അവസ്ഥകൾ മുഴുവൻ അങ്ങ് വിശദീകരിച്ചു. സാറേ, എനിക്ക് പുതിയൊരു ഡെക്കറേഷൻ ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഏകദേശം 8,15 ലക്ഷം രൂപയുള്ള വലിയൊരു വർക്കാണത്. പൂ വാങ്ങിക്കാൻ വേണ്ടി മാത്രം 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കണം. എന്റെ കയ്യിൽ 2 ലക്ഷം രൂപ മാത്രമേ ഉള്ളത്. ബാക്കി 3 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട് സാറേ. ആ ഓർഡർ എന്റെ കയ്യിൽ വിട്ടുപോയി കഴിഞ്ഞാൽ അതൊരു വലിയ തോൽവിയായിരിക്കും. എന്റെ കൂടെ മത്സരിക്കാൻ ഹേമ എന്ന് പറയുന്ന ഒരു സ്ത്രീയുമുണ്ട്. എന്നെ പോലുള്ളവർക്കൊന്നും ഈ ഓർഡർ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവരെന്നെ ഒരുപാട് കളിയാക്കിയതാണ് സാറേ. പക്ഷേ എനിക്ക് എന്നെ വിശ്വാസമുണ്ട്. എന്റെ ഡെക്കറേഷൻ വർക്കുകൾ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ആ മണ്ഡപത്തിലെ മാനേജർ ഈ ഓർഡർ എല്ലാം തന്നെ എനിക്ക് തന്നത്. രേവതിയുടെ ശബ്ദത്തിൽ ഒരു പോരാളിയുടെ വീര്യമുണ്ടായിരുന്നു. ഫൈനാൻസറുടെ മുഖത്ത് നേരിയൊരു പരിഭ്രമം നിഴലിച്ചു. ഹേമയുടെ ഭർത്താവായ അദ്ദേഹത്തിന് ഹേമയുടെ തനിനിര നന്നായി തന്നെ അറിയാമായിരുന്നു. രേവതിയെ ഈ കുരുക്കിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ. നോക്കൂ രേവതി, നിങ്ങൾ ഈ പണം അറേഞ്ച് ചെയ്താലും നിങ്ങൾക്കൊരു എതിരാളി ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അവരെങ്ങനെയെങ്കിലും നിങ്ങളുടെ ഓർഡർ തട്ടിയെടുക്കാൻ നോക്കും. ഒരു പക്ഷേ ഓർഡർ കൈവിട്ട പിന്നെ നിങ്ങൾ എങ്ങനെ ഈ പണം തിരിച്ചു തരും? അതുകൊണ്ട് ഇതിൽ പണം തരാനൊന്നും എനിക്ക് പറ്റില്ല. നിങ്ങൾ വേറെ എവിടെയെങ്കിലും അറേഞ്ച് ചെയ്യാൻ നോക്ക്. അദ്ദേഹം വളരെ കർക്കശമായി തന്നെ പറഞ്ഞു. ആ വാക്കുകൾ രേവതിയുടെ നെഞ്ചിൽ ഒരു കൊള്ളിയാൽ പോലെയാ പതിച്ചത്. ഇത്രയും വലിയൊരു പ്രതീക്ഷയുമായി വന്നിട്ട് അത് തകർക്കാൻ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. പണം തരാമെന്ന് പറഞ്ഞ് പണ്ട് പറഞ്ഞിരുന്ന ആള് ഇപ്പൊ പെട്ടെന്ന് മുഖം തിരിച്ചിരിക്കുന്നത് കണ്ട് വിഷമത്തോടുകൂടെ അവൾ അവിടെ നിന്നും ഇറങ്ങി നടക്കുകയാണ്. രേവതി പോയതിനു ശേഷം ഫൈനാൻസറുടെ അടുത്ത് നിന്നിരുന്ന സഹായി ചോദിച്ചു, സാറേ, എന്താ അവർക്ക് പണം കൊടുക്കാതിരുന്നത്? അവർക്ക് കൊടുത്താൽ തിരിച്ചു കിട്ടുമെന്ന് സാറിന് ഉറപ്പില്ലേ? അദ്ദേഹം ഒരു നെടുവീർപ്പോടുകൂടെ പറഞ്ഞു. അവൾ പണം കൊടുത്താൽ എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അവൾ മത്സരിക്കാൻ പോകുന്നത് ഹേമയുടെ കൂടെയാണ്. ഹേമയെ കുറിച്ച് നമുക്കറിയാമല്ലോ. ഈ പെൺകുട്ടി ഒരു പാവമാണ്. അവൾക്ക് പണം കൊടുത്ത് ഓർഡർ കിട്ടിയാലും ആ ഓർഡർ തട്ടിയെടുക്കാൻ ഹേമ എന്തും ചെയ്യും. പാവം പെൺകുട്ടിയാ, അവസാനം ബുദ്ധിമുട്ടാൻ പോകരുത്. ഞാൻ പണം കൊടുത്തു എന്നറിഞ്ഞ ഹേമ ഇവളോടുള്ള ദേഷ്യം തീർക്കാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കി ഇവളെ കുരുക്കിലാക്കും. അതാ പെൺകുട്ടിക്ക് നല്ലതല്ല. അവൾക്ക് ഹേമ കാരണം ഒന്നും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പണം കൊടുക്കാതിരുന്നത്. അവൾക്ക് എപ്പോ സഹായം ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം. പണം കിട്ടാത്തതിന്റെ കടുത്ത വിഷമത്തിൽ വണ്ടി ഓടിച്ചു പോവുകയായിരുന്നു രേവതി. അവളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകിയിരുന്നു. മനസ്സിൽ ഒരുപാടധികം ചിന്തകൾ ഇങ്ങനെ വരിവരിയായി വന്നു. അപ്പോഴാണ് സച്ചിയുടെ ഫോൺ കോൾ വരുന്നത്. വണ്ടി റോഡിന്റെ സൈഡിലേക്ക് ഒതുക്കി നിർത്തിയിട്ട് അവൾ ഫോൺ എടുത്തു. ഹലോ സച്ചിയേട്ടാ. അവളുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. നീ എവിടെയാ രേവതിയുള്ളത്? സച്ചി ചോദിച്ചു. ഞാൻ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കോ സച്ചിയേട്ടാ. വണ്ടി നിർത്തിയിട്ടാ സംസാരിക്കുന്നത്. അല്ല രേവതി, നീ ഫൈനാൻസറെ കാണാൻ പോയില്ലേ? പണത്തിന്റെ കാര്യം എന്തായി? സച്ചി ആകാംക്ഷയോട് ചോദിച്ചു. അവർക്ക് വർക്ക് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു സച്ചിയേട്ടാ. എപ്പോ വേണമെങ്കിലും ചോദിച്ചാൽ തരാമെന്ന് പറഞ്ഞിരുന്നതാ. പക്ഷെ ഇപ്പോ അത്രയും അധികം പണം കയ്യിലില്ലെന്നാ പറഞ്ഞത്. അവളുടെ വാക്കുകളിൽ നിരാശ പറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. അതെന്തായാലും സാരമില്ല രേവതി, നീ അത് വിട്ടേക്ക്. ആ ഫൈനാൻസറുടെ കാര്യം അങ്ങനെ തന്നെയാ. പണം തിരിച്ചു കിട്ടുമോ എന്ന് നോക്കിയിട്ട് അയാൾ പണം തിരികെ തരുള്ളൂ. ഇനിയിപ്പോ എന്താ നമ്മുടെ അടുത്ത വഴി? സച്ചി അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എനിക്കറിയില്ല സച്ചിയേട്ടാ, ഞാൻ എന്ത് ചെയ്യണമെന്നോർത്ത് ചിന്തിക്കുവാണേ. നീ സമാധാനമായിട്ടിരിക്ക്. വെറുതെ മനസ്സ് വിഷമിപ്പിക്കൊന്നും വേണ്ട. നമുക്കെല്ലാം റെഡിയാക്കാം, സച്ചി സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു. സച്ചി തന്റെ വണ്ടിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് പോലീസുകാരുടെ ചെക്കിങ് കണ്ടത്. അവിടെ അരുൺ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. സച്ചിയെ കണ്ടപ്പോൾ അരുണിന്റെ ഉള്ളിലെ പഴയ പക ഉണർന്നു. സച്ചിയുടെ വണ്ടി തടഞ്ഞു നിർത്തിക്കൊണ്ട് അരുൺ അകത്തേക്ക് വന്നു. ഇറങ്ങടാ പുറത്ത്. ഈ യന്ത്രത്തിൽ നീ ഒന്ന് ഊത്.
കുടിച്ചിട്ടുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ, അരുൺ അധികാരഭാവത്തിൽ തന്നെ പറഞ്ഞു. സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അരുൺ തന്നെ മനഃപൂർവ്വം കുരുക്കാൻ നോക്കുകയാണെന്ന് അവൻ അറിയാമായിരുന്നു. ഞാൻ കുടിച്ചിട്ടില്ല സാറേ, അതുകൊണ്ട് ഞാൻ ഊതുന്നുമില്ല. സച്ചി തറപ്പിച്ചു പറഞ്ഞു. നീ ഊതിയില്ലെങ്കിൽ നിന്റെ പേരിൽ ഞാൻ കേസെടുക്കുമെന്ന് അരുൺ ഭീഷണിപ്പെടുത്താണ്. കുടിക്കാതെ ഞാൻ ഊതിയില്ലെങ്കിൽ സർ എന്താ കേസ് എടുക്കാൻ പോകുന്നത്? എനിക്കൊന്നതൊന്ന് കാണണല്ലോ. സച്ചി ഒട്ടും വിട്ടുകൊടുക്കാതെ തന്നെ പറഞ്ഞു. അവിടെ അന്തരീക്ഷം വല്ലാതെ മുറുകി. സച്ചി എങ്ങനെയെങ്കിലും കൊടുക്കണമെന്ന അരുണിന്റെ ഉദ്ദേശം മനസ്സിലാക്കിയ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു പോലീസുകാരൻ പെട്ടെന്ന് ഇടപെട്ടു. സാറേ, അവനെ വിട്ടേക്ക്. അവൻ കുടിച്ചില്ലെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടറിയില്ലേ? വെറുതെ എന്തിനൊരു പ്രശ്നം ഉണ്ടാക്കുന്നത്? ആ പോലീസുകാരൻ പറഞ്ഞതുകൊണ്ട് മാത്രം അരുണിന് സച്ചിയെ വെറുതെ വിടേണ്ടി വന്നു. എങ്കിലും അരുണിന്റെ കണ്ണിൽ ആ ഒരു പക ആളിക്കത്തുന്നുണ്ടായിരുന്നു. സച്ചി വണ്ടിയെടുത്ത് വേഗം തന്നെ അവിടെ നിന്നും പോയി. രേവതി നേരെ വീട്ടിലേക്കാ ചെന്നത്. അമ്മ ലക്ഷ്മി പൂക്കടയിലേക്ക് പോവാനുള്ള ഒരുക്കത്തിലായിരുന്നു. രേവതിയുടെ വാടിയ മുഖം കണ്ടപ്പോൾ തന്നെ അമ്മക്ക് കാര്യം മനസ്സിലായി. എന്തായി മോളെ, പണത്തിന്റെ കാര്യം ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ലക്ഷ്മി സങ്കടത്തോടെ ചോദിച്ചു. ഒന്നും പറയണ്ടാമേ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. സച്ചിയുടെ അച്ഛൻ വീടിന്റെ ആധാരം വെച്ച് പണം എടുത്തു തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോഴേക്കും അമ്മ വന്നിട്ട് വലിയ പ്രശ്നമുണ്ടാക്കി. എന്നെ കുറെ അധികം ചീത്തയും വിളിച്ചു. രേവതി സങ്കടത്തോടെ പറഞ്ഞു. എന്റെ പൊന്നു മോളെ, നീ അവിടെ കയ്യിൽ നിന്നും ഒന്നും പണം മേടിക്കാനൊന്നും നിൽക്കണ്ട. അല്ലെങ്കിൽ തന്നെ ആ പെണ്ണിന്റെ വായിലിരിക്കുന്നത് കേൾക്കാൻ വയ്യ. ലക്ഷ്മി അമ്മക്ക് ചന്ദ്രമതിയുടെ സ്വഭാവം നന്നായിട്ട് അറിയാമായിരുന്നു. അല്ലെങ്കിലും അമ്മേ, ഞാൻ എന്തിനാ അവരുടെ കയ്യിൽ നിന്നൊക്കെ പണം വാങ്ങിക്കുന്നത്? എനിക്ക് അവരുടെ ഔദാര്യമൊന്നും വേണ്ട. അച്ഛനമ്മമാരോട് പണം ചോദിക്കാമെന്ന് സച്ചേട്ടൻ പറഞ്ഞിരുന്നു. അതും ഞാൻ വേണ്ടാന്നാ പറഞ്ഞത്. അത് നന്നായി മോളെ. ആ പാവങ്ങൾ ഈ പ്രായത്തിലും അവിടെ കിടന്നിങ്ങനെ കഷ്ടപ്പെടുകയല്ലേ? അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അച്ഛമ്മ ഒരു പാവാണ്. അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കാൻ പാടില്ല. നിനക്ക് പണ്ട് തന്ന പണം ആ ഫൈനാൻസറോട് നീ ചോദിച്ചില്ലേ? പണം തന്നിരുന്ന ഫൈനാൻസറോട് നീ പണം ചോദിച്ചില്ലേ? ലക്ഷ്മിയമ്മ ചോദിച്ചു. അവിടെ പോയിട്ട് തന്നെ അമ്മേ ഞാനീ വരുന്നത്, അവർക്ക് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേവു അങ്ങോട്ടേക്ക് വരുന്നത്. ചേച്ചി എപ്പോഴാ വന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവൾ രേവതിയുടെ അടുത്തേക്ക് വന്നു. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ കടയിൽ പോവാൻ വേണ്ടി സമയമായിരുന്നു. ഞാൻ കടയിലേക്ക് പോവാ മോളെ. പണത്തിന്റെ കാര്യം എനിക്ക് പറ്റുന്നത് പോലെ തന്നെ ഞാനും അറേഞ്ച് ചെയ്തു തരാം. ലക്ഷ്മിയമ്മയും പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. ദേവിന് എന്താ പ്രശ്നമെന്ന് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. അവൾ ചേച്ചിയുടെ അടുത്തേക്ക് വന്നിരുന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. രേവതി അവളോട് എല്ലാം തന്നെ തുറന്നു പറഞ്ഞു. ഓർഡർ കിട്ടിയ കാര്യവും ഹേമയുമായിട്ടുള്ള പ്രശ്നവും പണത്തിന് വന്ന ബുദ്ധിമുട്ടും എല്ലാം കേട്ടപ്പോൾ ദേവുവിന്റെ മുഖത്ത് വല്ലാത്തൊരു ഗൗരവം വന്നു. ചേച്ചി ഒരിക്കലും ആ ഓർഡർ വിട്ടുകൊടുക്കരുത് ചേച്ചി. ചേച്ചി തന്നെ അത് ചെയ്യണം, ദേവു ഉറപ്പിച്ചു പറഞ്ഞു. അത് തന്നെയല്ലേ എന്റെയും ആഗ്രഹം. പക്ഷെ എന്ത് ചെയ്യാനാ? പൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അത്രയും അധികം പണമൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ. രേവതി നെടുവീർപ്പെട്ടു. ചേച്ചിക്ക് പണം ഞാൻ തരാം. ദേവുവിന്റെ ആ വാക്ക് കേട്ട് രേവതി ഞെട്ടിപ്പോയി. എന്ത്, നീ തരാമെന്നോ? നിന്റെ കയ്യിൽ എവിടുന്നാടി അത്ര അധികം പൈസ? രേവതി അത്ഭുതത്തോടെ ചോദിച്ചു. എന്റെ കല്യാണ ആവശ്യത്തിന് നിങ്ങൾ ആരും ബുദ്ധിമുട്ടരുത് എന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് പൈസ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ബാങ്ക് അക്കൗണ്ടിൽ കുറച്ച് പണമുണ്ട്. എല്ലാം കൂടെ എടുത്ത് ഏകദേശം 2 ലക്ഷത്തിന് മുകളിലുണ്ടാവും. ചേച്ചി ആ പണം കൊണ്ടുപോയിട്ട് അഡ്വാൻസ് കൊടുക്ക്. ചേച്ചിയുടെ കയ്യിലുള്ളതും എല്ലാതും കൂടി എടുക്കുമ്പോൾ പിന്നെ കുറച്ച് പണത്തിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. അത് ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്നെങ്ങാനും വാങ്ങിച്ചു തരാം. ദേവു വളരെ പക്വതയോടുകൂടെ പറഞ്ഞു. ഇത് കേട്ട് രേവതിയുടെ കണ്ണ് നിറഞ്ഞു. വേണ്ട ദേവു, നീ ഈ പ്രായത്തിൽ ജോലിക്ക് പോയിട്ട് പലതും മേടിക്കാനുള്ളതാ. നിനക്കധികം ഒരുപാടധികം ആഗ്രഹങ്ങളുള്ളതല്ലേ? നീ ഇത്രയും പക്വതയോടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പെരുമാറുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. പക്ഷേ നിന്റെ പണമൊന്നും എനിക്ക് വേണ്ട മോളെ. അത് ചേച്ചി എന്ത് വർത്താനേ പറയുന്നത്? ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാനല്ലാതെ പിന്നെ ആരാ പണം തരിക? ചേച്ചി അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓർഡർ കിട്ടുമല്ലോ. വർക്ക് കഴിഞ്ഞാൽ പിന്നെ ആ പണം ചേച്ചിക്ക് തിരികെ കിട്ടില്ലേ? പിന്നെന്താ പ്രശ്നം? ആ പണം ഞാൻ തരാം ചേച്ചി, ദേവു നിർബന്ധിച്ചു. ശരി, ഞാൻ ഓർഡർ കഴിഞ്ഞിട്ട് ശേഷം നിനക്ക് എത്രയും വേഗം തന്നെ ആ പണം തിരിച്ചു തരാമെന്ന് രേവതി മുഴുവിൽ സമ്മതിക്കാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി പണത്തിലെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഞാൻ തന്നെ ചെയ്തോളാം. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ചേച്ചിക്ക് ഞാൻ പണം ശരിയാക്കി തരാമെന്ന് ദേവു ഉറപ്പോടുകൂടെ പറഞ്ഞു. രേവതിക്ക് വല്ലാത്ത സമാധാനം തോന്നി. ദേവുവിന്റെ കയ്യിൽ ഇത്രമാത്രം പണം ഉണ്ടാവുമെന്ന് അവൾ ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നില്ല. അരുണുമായിട്ടുള്ള കല്യാണം വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ നടത്താൻ വേണ്ടിയിട്ട് അവൾ സ്വരുക്കൂട്ടി വെച്ച പണം ഇപ്പോൾ വലിയൊരു അനുഗ്രഹമായി മാറിയിരിക്കുകയാണ്. ഇതേ സമയം ചന്ദ്രമതിയും ഹേമയും വിചാരിക്കുന്നത് രേവതി ഒരിക്കലും പണം കണ്ടെത്താൻ കഴിയില്ല എന്നായിരുന്നു. എന്നാൽ അവരുടെ കണക്കൂട്ടലെല്ലാം തെറ്റിച്ചുകൊണ്ട് രേവതി പണം അറേഞ്ച് ചെയ്തു. ഓർഡർ തനിക്ക് തന്നെ കിട്ടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അവൾ ചെയ്തു. പക്ഷേ ഈ വാർത്ത ഹേമയെ കൂടുതലധികം പ്രകോപിപ്പിക്കുകയാ ചെയ്തത്. രേവതി പണവുമായി വീട്ടിലേക്ക് ഇറങ്ങുന്ന കാര്യം ഹേമ എങ്ങനെയോ അറിഞ്ഞു. അവൾ തന്റെ ഗുണ്ടകളെ ഏർപ്പാടാക്കി രേവതിയെ വഴിയിൽ വെച്ച് ആക്രമിക്കാനും ആ പണം തട്ടിയെടുക്കാനൊക്കെ പദ്ധതിയിട്ടു. ഹേമയുടെ ആൾക്കാർ കൃത്യമായി തന്നെ അവളെ പിന്തുടരുകയും ആ പണം രേവതിയുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കുകയും ചെയ്തു. തന്റെ സ്വപ്നങ്ങളെല്ലാം വീണ്ടും തകർന്നു എന്ന് കരുതി രേവതി തളർന്നു വീഴാൻ പോയ നിമിഷം. പക്ഷേ അവിടെയാണ് ഹേമക്കും ചന്ദ്രമതിക്കും തെറ്റിയത്. രേവതി തനിച്ചായിരുന്നില്ല. ഇരുളിൽ പതുങ്ങിയിരിക്കുന്ന വേട്ടക്കാരനെ നേരിടാൻ വെളിച്ചത്തിൽ പോരാളിയായ സച്ചിയും വർഷയും ശ്രീകാന്തും അവിടെ എത്തിയിരുന്നു. ഹേമയുടെ ഗുണ്ടകളെ അവർ വളഞ്ഞിട്ടങ്ങ് പിടിച്ചു. വലിയൊരു സംഘർഷത്തിന് ശേഷം രേവതിയുടെ പണം അവർ തിരികെ വാങ്ങി. ഹേമയുടെ ഗൂഢാലോചന അവിടെ അങ്ങ് പൊളിഞ്ഞു വീഴാണ്.
അങ്ങനെ പണം തിരികെ കിട്ടിയ വിവരവും ഹേമയുടെ പരാജയവും അറിഞ്ഞപ്പോൾ ചന്ദ്രമതിയുടെ മുഖത്തച്ച് അടിച്ചതുപോലെയുള്ള അവസ്ഥയായിരുന്നു. തന്റെ മരുമകൾ തകർന്നു കാണാൻ കൊതിച്ച ചന്ദ്രമതിക്ക് മുന്നിൽ സച്ചിയുടെയും മറ്റു പ്രിയപ്പെട്ടവരുടെയും കരുത്തിൽ രേവതി വീണ്ടും തലയുയർത്തി നിൽക്കുകയാണ്. അങ്ങനെ ഇനി ചെമ്പനീർ പൂവിൽ വരാൻ പോകുന്നതിലുള്ള സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡ് തന്നെയായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ. നെക്സ്റ്റ് വീഡിയോ ഉടനെ